വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം. സാംസൺ ഗാസായിലേക്ക് പോയി. അവൻ അവിടെ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടി. അവൻ അവളെ പ്രാപിച്ചു. ഗാസാക്കാരോട് ഇപ്രകാരം അറിയിക്കപ്പെട്ടു: ഇതാ, സാംസൺ വന്നിരിക്കുന്നു. അവർ പട്ടണം വളഞ്ഞ് രാത്രി മുഴുവൻ വാതിൽക്കൽ അവനു വേണ്ടി പതിയിരുന്നു. പ്രഭാത വെളിച്ചമാകട്ടെ, നമുക്കവനെ കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ അവർ നിശബ്ദരായിരുന്നു. എന്നാൽ സാംസൺ പാതിരാവരെ കിടന്നു. പാതിരാവിൽ അവൻ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിലുകളും ഇരു കട്ടിലക്കാലുകളും പിടിച്ച് പടിയോടുകൂടെ പറിച്ചെടുത്ത് തന്റെ തോളിൽ വച്ചു. ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് അവൻ അവ കൊണ്ടുപോയി. അതിനുശേഷം സോറേക് താഴ്വരയിലുള്ള ഒരു സ്ത്രീയെ അവൻ സ്നേഹിച്ചു. അവളുടെ പേര് ദലീല എന്നായിരുന്നു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളോട് പറഞ്ഞു: നീ അവനെ വശീകരിക്കണം. എന്തുകൊണ്ടാണ് അവൻ അതീവ ശക്തൻ ആയിരിക്കുന്നതെന്നും അവനെ എളിമപ്പെടുത്തേണ്ടതിന് എങ്ങനെയാണ് ഞങ്ങൾക്ക് അവനെ ബന്ധിക്കാനാകുന്നതെന്നും നീ മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി വീതം തരാം. ദലീല സാംസനോട് പറഞ്ഞു: എന്തുകൊണ്ടാണ് നീ അതീവ ശക്തനായിരിക്കുന്നതെന്നും നിന്നെ എളിമപ്പെടുത്തേണ്ടതിന് എങ്ങനെയാണ് നീ ബന്ധിതനാകേണ്ടതെന്നും ദയവായി എന്നോട് വിവരിക്കുക. സാംസൺ അവളോട് മറുപടി പറഞ്ഞു: ഉണങ്ങാത്ത പുതിയ 7 വടങ്ങൾ കൊണ്ട് അവർ എന്നെ ബന്ധിച്ചാൽ ഞാൻ ശക്തി ക്ഷയിച്ച് ഒരു മനുഷ്യനെ പോലെയാകും. അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 വടങ്ങൾ അവൾക്ക് എത്തിച്ചു കൊടുത്തു. അവൾ അവ കൊണ്ട് അവനെ ബന്ധിച്ചു. പതിയിരിപ്പുകാരൻ മുറിയിൽ അവൾക്കായി തങ്ങുന്നുണ്ടായിരുന്നു. സാംസൺ, ഫിലിസ്ത്യാക്കാർ നിന്റെ മേൽ, അവൾ അവനോട് പറഞ്ഞു. എന്നാൽ തീ സമീപിക്കുമ്പോൾ ചണനൂൽ എന്ന പോലെ അവൻ വടങ്ങൾ പൊട്ടിച്ചു കളഞ്ഞു. അവന്റെ ശക്തി അജ്ഞാതമായി തുടർന്നു. ദലീല സാംസണോട് പറഞ്ഞു: നീ എന്നെ വിഡ്ഢിയാക്കുകയും എന്നോട് നുണ പറയുകയും ചെയ്തു. നിന്നെ എന്തുകൊണ്ട് ബന്ധിക്കാമെന്ന് ഇപ്പോൾ നീ എന്നോട് വിവരിച്ചാലും. അവൻ അവളോട് പറഞ്ഞു: ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൾ കൊണ്ട് അവർ എന്നെ ശരിക്കും ബന്ധിച്ചാൽ ഞാൻ ശക്തി ക്ഷയിച്ച് ഒരു മനുഷ്യനെ പോലെയാകും. അപ്പോൾ ദലീല പുതിയ കയറുകൾ എടുത്ത് അവനെ അവ കൊണ്ട് ബന്ധിച്ചു. പതിയിരിപ്പുകാരൻ മുറിയിൽ തങ്ങുന്നുണ്ടായിരുന്നു. സാംസൺ, ഫിലിസ്ത്യാക്കാർ നിന്റെ മേൽ, അവൾ അവനോട് പറഞ്ഞു. അവൻ നൂല് പോലെ തന്റെ കരങ്ങളിൽ നിന്ന് അവ പൊട്ടിച്ചു കളഞ്ഞു. ദലീല സാംസണോട് പറഞ്ഞു: ഇതാ, ഇപ്പോഴും നീ എന്നെ വിഡ്ഢിയാക്കുകയും എന്നോട് നുണ പറയുകയും ചെയ്തു. എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് ഇപ്പോൾ നീ എന്നോട് വിവരിക്കുക. അവൻ അവളോട് പറഞ്ഞു: എന്റെ 7 തലമുടി ചുരുളുകൾ എടുത്ത് പാവനോട് ചേർത്തു നെയ്താൽ. ആണികൊണ്ട് അവൾ ഉറപ്പിച്ചു നെയ്തു. സാംസൺ, ഫിലിസ്ത്യാക്കാർ നിന്റെ മേൽ, അവൾ അവനോട് പറഞ്ഞു. അവൻ ഉറക്കത്തിൽ നിന്നുണർന്ന് ആണിയും തറിയും പാവും വലിച്ചു പറിച്ചു. അവൾ അവനോട് ചോദിച്ചു: നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ എങ്ങനെ പറയും? ഇങ്ങനെ 3 പ്രാവശ്യമായി നീ എന്നെ വിഡ്ഢിയാക്കുന്നു. നീ അതീവ ശക്തനായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നീ എന്നോട് വിവരിച്ചിട്ടില്ല. ദിവസം തോറും അവളുടെ വാക്കുകൾ കൊണ്ട് അവൾ അവനെ നിർബന്ധിച്ചും അലട്ടിക്കൊണ്ടുമിരുന്നു. അവന്റെ ആത്മാവ് മരണത്തോളം ഞെരുങ്ങി. അവൻ തന്റെ ഉള്ളം മുഴുവൻ അവളോട് വിവരിച്ചുകൊണ്ട് പറഞ്ഞു: അമ്മയുടെ ഉദരം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാകയാൽ ക്ഷൗരക്കത്തി എന്റെ തലയിൽ കയറിയിട്ടേയില്ല. ഞാൻ മുണ്ഡനം ചെയ്യപ്പെട്ടാൽ എന്റെ ശക്തി എന്നിൽ നിന്നകന്ന് ബലഹീനനായി ഞാൻ ഏതു മനുഷ്യനെ പോലെയുമാകും. അവൻ തന്റെ ഉള്ളം മുഴുവൻ തന്നോട് വിവരിച്ചു എന്ന് ദലീല കണ്ടപ്പോൾ അവൾ ആളയച്ച് വിളിച്ച് ഫിലിസ്ത്യ പ്രഭുക്കന്മാരോട് പറഞ്ഞു: ഇപ്രാവശ്യം വരുവിൻ, എന്തെന്നാൽ അവൻ തന്റെ ഉള്ളം മുഴുവൻ എന്നോട് വിവരിച്ചു. അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുത്തെത്തി തങ്ങളുടെ കയ്യിൽ പണവും കൊണ്ടുവന്നു. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി.
അവൾ ആളെ വിളിച്ച് അവന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്തു. അവൾ അവനെ എളിമപ്പെടുത്താൻ തുടങ്ങി. അവന്റെ ശക്തി അവനിൽ നിന്ന് അകന്നുപോയി. അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യക്കാർ നിന്റെ മേൽ. അപ്പോൾ അവൻ ഉറക്കമുണർന്ന് പറഞ്ഞു, മറ്റവസരത്തിൽ എന്ന പോലെ ഇപ്പോഴും ഞാൻ എഴുന്നേറ്റ് പോകും. അവൻ കുതറി. കർത്താവ് തന്നിൽ നിന്ന് വിട്ടുപോയത് അവൻ അറിഞ്ഞിരുന്നില്ല. ഫിലിസ്ത്യക്കാർ അവനെ പിടിച്ച് അവന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു. അവർ അവനെ ഗാസായിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ ധാന്യം പൊടിക്കുന്നവനായി. എന്നാൽ ക്ഷൗരത്തിന് ശേഷവും അവന്റെ തലയിലെ മുടി മുളയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് വലിയ ഒരു ബലി അർപ്പിക്കാനും ആഹ്ലാദിക്കാനുമായി ഒരുമിച്ചുകൂടി. അവർ പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. ജനം അവനെ കണ്ടപ്പോൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു. എന്തെന്നാൽ അവർ പറഞ്ഞു, നമ്മുടെ ദേവൻ നമ്മുടെ ശത്രുവിനെ, നമ്മുടെ ദേശം ശൂന്യമാക്കിയവനെ, നമ്മുടെ നിഹിതരെ പെരുപ്പിച്ചവനെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. തങ്ങളുടെ ഹൃദയത്തിമിർപ്പിൽ അവർ പറഞ്ഞു, നമുക്ക് വേണ്ടി അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ. അവർ സാംസനെ കാരാഗ്രഹത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നു. അവൻ അവരുടെ മുൻപിൽ അഭ്യാസം കാണിച്ചു. തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി. തന്റെ കൈക്ക് പിടിച്ചിരുന്ന യുവാവിനോട് സാംസൺ പറഞ്ഞു, ഈ ഭവനം ഉറപ്പിച്ചിരിക്കുന്ന തൂണുകളിൽ തൊടാനും വിശ്രമിക്കാനും നീ എന്നെ അനുവദിക്കുക. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് ഭവനം നിറഞ്ഞിരുന്നു. ഫിലിസ്ത്യ പ്രഭുക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. സാംസൺ അഭ്യാസം നടത്തുമ്പോൾ കാണികളായി മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാരുണ്ടായിരുന്നു. അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ നാഥനായ കർത്താവേ, എന്റെ 2 കണ്ണുകൾക്കും വേണ്ടി ഫിലിസ്ത്യരോട് ഒറ്റയടിക്ക് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് ദയവായി എന്നെ ഓർക്കണമേ. ഇപ്രാവശ്യത്തേക്ക് ദൈവമേ എന്നെ ശക്തനാക്കിയാലും. ആ ഭവനം സ്ഥാപിതമായിരുന്ന 2 നെടും തൂണുകളിൽ സാംസൺ കയറി പിടിച്ചു. വലത്തു കൈകൊണ്ട് ഒന്നിലും ഇടത്തു കൈകൊണ്ട് മറ്റേതിലും അവൻ തള്ളി. ഫിലിസ്ത്യക്കാരോടുകൂടെ ഞാനും മരിക്കട്ടെ എന്ന് പറഞ്ഞ് സാംസൺ ആഞ്ഞു തള്ളി. ആ ഭവനം അതിലുണ്ടായിരുന്ന പ്രഭുക്കളുടെയും ജനം മുഴുവന്റെയും മേൽ പതിച്ചു. മരിച്ചവർ, അതായത് തന്റെ മരണത്തിൽ അവൻ കൊന്നവർ, അവന്റെ ജീവിതത്തിൽ അവൻ കൊന്നവരേക്കാൾ അധികമായിരുന്നു. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനം മുഴുവനും വന്ന് അവനെ എടുത്തുകൊണ്ടുപോയി. സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് അവന്റെ പിതാവായ മനോവായുടെ ശവകുടീരത്തിൽ അവർ അവനെ സംസ്കരിച്ചു. 20 വർഷം അവൻ ഇസ്രായേലിനെ ന്യായം വിധിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായം. എഫ്രായിം മലനാട്ടുകാരനായ ഒരുവനുണ്ടായിരുന്നു. അവന്റെ പേര് മിക്ക എന്നായിരുന്നു. അവൻ തന്റെ അമ്മയോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുത്ത 1100 വെള്ളിയെ പറ്റിയാണല്ലോ നീ ശപഥം ചെയ്തതും ഞാൻ കേൾക്കെ പറഞ്ഞതും. ഇതാ, ആ പണം എന്റെ പക്കലുണ്ട്, ഞാനാണ് അതെടുത്തത്. അപ്പോൾ അവന്റെ അമ്മ പറഞ്ഞു, എന്റെ മകൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവൻ അമ്മയ്ക്ക് 1100 വെള്ളി തിരികെ കൊടുത്തു. അപ്പോൾ അവന്റെ അമ്മ പറഞ്ഞു, ഞാൻ ഈ പണം എന്റെ മകനു വേണ്ടി ഒരു കൊത്തുവിഗ്രഹവും വാർപ്പുരൂപവും ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്റെ കയ്യിൽ നിന്ന് കർത്താവിനായി തന്നെ മാറ്റിവച്ചിരിക്കുകയായിരുന്നു. അതിനാൽ ഞാൻ അത് നിനക്ക് തിരിച്ചു തരും. അവൻ അമ്മയ്ക്ക് ആ പണം തിരിച്ചു നൽകിയപ്പോൾ അവന്റെ അമ്മ 200 വെള്ളിയെടുത്ത് തട്ടാനെ ഏൽപ്പിച്ചു. അവൻ അതുകൊണ്ട് ഒരു കൊത്തുവിഗ്രഹവും വാർപ്പുരൂപവും ഉണ്ടാക്കി. അത് മിക്കായുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. മിക്ക എന്ന വ്യക്തിക്ക് ഒരു ദൈവഭവനമുണ്ടായിരുന്നു. അവൻ എഫോദും തെറാഫീമും ഉണ്ടാക്കി. തന്റെ പുത്രന്മാരിൽ ഒരാളെ പുരോഹിത വൃത്തിക്കായി പ്രതിഷ്ഠിച്ചു. അവൻ അയാൾക്ക് പുരോഹിതനായി മാറി. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവുണ്ടായിരുന്നില്ല. ഓരോരുത്തനും തന്റെ സൃഷ്ടികളിൽ യുക്തമായത് പ്രവർത്തിച്ചു പോന്നു. അവിടെ യൂദാ കുടുംബത്തിൽ നിന്ന്, യൂദായിലെ ബെത്ലഹേമിൽ നിന്ന് ലേവ്യനും തൽക്കാലവാസം ചെയ്തിരുന്നവനുമായ ഒരു യുവാവുണ്ടായിരുന്നു. അവൻ യൂദായിലെ ബെത്ലഹേം പട്ടണത്തിൽ നിന്ന് താമസിക്കാൻ ഒരിടം തേടി പുറപ്പെട്ടു. അവൻ വഴി നടന്ന് എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനം വരെ എത്തി. മിക്ക അവനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? അവൻ അയാളോട് പറഞ്ഞു, യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഒരു ലേവ്യനാണ് ഞാൻ. താമസിക്കാൻ ഒരിടം തേടി നടക്കുകയാണ്.
മിക്ക അവനോട് പറഞ്ഞു, നീ എന്നോട് കൂടെ താമസിച്ച് എനിക്ക് പിതാവും പുരോഹിതനുമായി തീരുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളിയും ക്രമപ്രകാരം വസ്ത്രങ്ങളും ഉപജീവനത്തിനുള്ളവയും തരാം. അപ്പോൾ ആ ലേവ്യൻ കൂടെ ചെന്നു. അയാളോടുകൂടെ താമസിക്കാൻ ആ ലേവ്യന് സന്തോഷമായിരുന്നു. ആ യുവാവ് അയാൾക്ക് തന്റെ പുത്രന്മാരിൽ ഒരുവനെ പോലെയായിരുന്നു. മിക്ക ആ ലേവ്യനെ അവരോധിച്ചു. അങ്ങനെ ആ യുവാവ് അയാൾക്ക് പുരോഹിതനായി തീർന്നു. അങ്ങനെ അവൻ മിക്കായുടെ ഭവനത്തിലായി. അപ്പോൾ മിക്ക പറഞ്ഞു, കർത്താവ് എനിക്ക് നന്മ ചെയ്യുമെന്ന് എനിക്കിപ്പോൾ അറിയാം, കാരണം എനിക്ക് പുരോഹിതനായി ഒരു ലേവ്യനുണ്ട്. സുഭാഷിതങ്ങൾ 18-ാം അധ്യായം. ഭിന്നിച്ചു നിൽക്കുന്നവൻ തേടുന്നത് സ്ഥാപിത താൽപര്യങ്ങളാണ്. എല്ലാ ബോധജ്ഞാനത്തിനുമെതിരെ അവൻ മറുതലിക്കുന്നു. സ്വമനസ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ വിവേകത്തിൽ ഭോഷന് താൽപര്യമില്ല. ദുഷ്ടൻ വരുമ്പോൾ അവജ്ഞയും എത്തുന്നു, ദുഷ്കീർത്തിയോടൊപ്പം അപമാനവും. ഒരുവന്റെ വാമൊഴികൾ അഗാധമായ ജലമാണ്, ജ്ഞാനത്തിന്റെ ഉറവ പതഞ്ഞൊഴുകുന്ന അരുവിയും. ന്യായവിസ്താരത്തിൽ നീതിമാനെ ചെറുക്കാൻ ദുഷ്ടനോട് പക്ഷപാതം കാണിക്കുന്നത് നന്നല്ല. ഭോഷന്റെ അധരങ്ങൾ തർക്കത്തിൽ എത്തുന്നു, അവന്റെ വായ് ചാട്ടയടികൾ ക്ഷണിക്കുന്നു. ഭോഷന്റെ വായ് അവന് വിനാശമാണ്, അവന്റെ അധരങ്ങൾ അവന്റെ ജീവന് കെണിയാണ്. ഏഷണിക്കാരന്റെ വാക്കുകൾ മൃഷ്ടാനം പോലെയത്രേ, ഉദരത്തിന്റെ ഉള്ളറകളിലേക്ക് അവ ഇറങ്ങുന്നു. സ്വന്തം തൊഴിലിൽ പോലും മടിയനായവൻ മുടിയന്റെ സഹോദരനാണ്. കർത്താവിന്റെ നാമം ശക്തി ഗോപുരമാണ്, നീതിമാൻ അതിലേക്ക് ഓടി സുരക്ഷിതനാകുന്നു. ധനികന്റെ സമ്പത്താണ് അവന്റെ ശക്തി നഗരം, അത് തന്റെ ഭാവനയിലെ സുരക്ഷിതമായ മതിൽ പോലെയാണ്. തകർച്ചയ്ക്ക് മുൻപേ ഒരുവന്റെ ഹൃദയം അഹങ്കരിക്കുന്നു, വിനയമാണ് മഹത്വത്തിന്റെ മുന്നോടി. കേൾക്കുന്നതിന് മുൻപ് മറുമൊഴി പറയുന്നവനുമുണ്ട്, അവന് അത് വിഡ്ഢിത്തവും അപമാനവും തന്നെയാണ്. ആത്മചൈതന്യം സ്വന്തം രോഗം സഹിച്ചുകൊള്ളും, ചൈതന്യം സന്തപ്തമെങ്കിൽ ആര് അത് വഹിക്കും? ധിഷണാശാലിയുടെ മനസ്സ് വിജ്ഞാനം തേടുന്നു, ജ്ഞാനികളുടെ കാത് വിജ്ഞാനം തേടുന്നു. മനുഷ്യന്റെ സമ്മാനം അവന് വിശാലതയുണ്ടാക്കുന്നു, അത് വലിയവരുടെ മുൻപിലേക്ക് അവനെ നയിക്കുന്നു. തന്റെ വാദത്തിൽ ഒരുവൻ ആദ്യം നീതിമാനായാലും അവന്റെ അയൽക്കാരൻ വന്ന് അവനെ ചോദ്യം ചെയ്യും. നറുക്ക് തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നു, അത് പ്രബലവാദികളെ തമ്മിലകറ്റുന്നു. ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ശക്തിയുള്ള നഗരത്തിൽ നിന്നാണെങ്കിൽ കലഹങ്ങൾ കോട്ടയുടെ അഴി പോലെയായിരിക്കും. ഒരുവൻ ഉദരപൂരണം ചെയ്യുന്നത് അവന്റെ വായ്ഫലത്തിൽ നിന്നാണ്. അധരങ്ങളുടെ വരുമാനം കൊണ്ട് അവൻ സംതൃപ്തനാകുന്നു. മരണവും ജീവനും നാവിന്റെ ശക്തി മൂലമാണ്. അതിനെ സ്നേഹിക്കുന്നവർ അതിന്റെ കനി ഭുജിക്കണം. ഭാര്യയെ കണ്ടെത്തുന്നവൻ നന്മ കണ്ടെത്തുന്നു, അവൻ കർത്താവിൽ നിന്ന് പ്രീതി നേടിയെടുക്കുന്നു. ദരിദ്രൻ യാചനകൾ ഉരുവിടുന്നു, ധനവാൻ പരുഷമായി മറുപടി നൽകുന്നു. ചിലർ നശിപ്പിക്കാൻ വേണ്ടിയുള്ള സുഹൃത്തുക്കളാണ്, സഹോദരനേക്കാൾ അടുപ്പമുള്ള സ്നേഹിതനും ഉണ്ട്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, ബാഹ്യമായി കാണത്തക്ക വിധമല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ, ഇതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലം വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. ഇതാ അവിടെ, ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ പിന്തുടരുകയുമരുത്. ആകാശത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും തന്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും. എന്നാൽ ആദ്യമേ അവൻ വളരെയധികം സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും വേണ്ടിയിരിക്കുന്നു. നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചതെങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു.
അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്യിച്ച് അവരെയെല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും. അവൻ ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്കിറങ്ങരുത്. അതുപോലെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. ലോത്തിന്റെ ഭാര്യയെ ഓർക്കുക. തന്റെ ജീവൻ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ അത് നഷ്ടപ്പെടുത്തുന്നവൻ ജീവൻ നിലനിർത്തും. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ രാത്രി ഒരു കട്ടിലിൽ 2 പേർ ഉണ്ടായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും. 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും. അവർ ചോദിച്ചു, കർത്താവേ, എവിടെ? അവൻ അവരോട് പറഞ്ഞു, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.